1 കൊരിന്ത്യർ 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളും കഷ്ടപ്പാടുകളും മനുഷ്യസഹജമായ കാര്യങ്ങൾ മാത്രമാണ്. ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മുടെ സഹനശേഷിക്ക് അപ്പുറമുള്ള ഒരു പരീക്ഷയും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിക്കുകയില്ല. മാത്രമല്ല, പരീക്ഷയോടൊപ്പം ആ പരീക്ഷയെ സഹിപ്പാൻ തക്കവണ്ണം ഒരു പോക്കുവഴിയും അവൻ ഒരുക്കിത്തരും എന്നതാണ് ഈ വചനത്തിന്റെ കാതലായ അർത്ഥം. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നീതിമാന്റെ കഷ്ടങ്ങൾ പലതാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു എന്ന് കാണുന്നു. യോസെഫ് പോത്തിഫറിന്റെ ഭാര്യയിൽ കഠിനമായി പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ ദൈവം അവന് വിശ്വസ്തത കാക്കാനുള്ള ആത്മീയ ബലവും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള പോക്കുവഴിയും നൽകി. തീച്ചൂളയിൽ അകപ്പെട്ട 3 യുവാക്കളെയും സിംഹക്കുഴിയിൽ ദാനിയേലിനെയും ദൈവം തങ്ങളുടെ സഹന പരിധിക്കും അപ്പുറം തകരാൻ അനുവദിക്കാതെ അത്ഭുതകരമായി വിടുവിച്ചു. സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പരീക്ഷകളെ നേരിടാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിക്കരുതേ എന്ന പ്രാർത്ഥന നമുക്ക് ഓർക്കാം. അന്ത്യകാലത്തെ കഷ്ടതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ദൈവം ആ ദിവസങ്ങളെ ചുരുക്കുമെന്നും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യമായിരിക്കാൻ യേശു ആവശ്യപ്പെട്ടു. പരീക്ഷകളിൽ ജയിക്കാനുള്ള ശക്തി താൻ നൽകും എന്ന ഉറപ്പാണ് യേശു നൽകിയത്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പൗലോസ് ഇവിടെ ഇപ്രകാരം പറയുവാൻ കാരണം? തൊട്ടു മുൻപുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ വീഴ്ചകൾ വിവരിച്ച് കൊരിന്ത്യരെ പൗലോസ് ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ പരീക്ഷകളെയും ജഡിക പ്രലോഭനങ്ങളെയും ഓർത്ത് അവർ പൂർണ്ണമായി നിരാശപ്പെട്ടു പോകാതിരിക്കാൻ ഈ വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ് അവർക്ക് വലിയ പ്രത്യാശ നൽകുന്നു. കൊരിന്ത് നഗരത്തിലെ പാപ സാഹചര്യങ്ങൾ എത്ര കഠിനമാണെങ്കിലും വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന് അവരെ ധൈര്യപ്പെടുത്താനാണ് വിശുദ്ധ പൗലോസ് ഇവിടെ ഇപ്രകാരം പറയുന്നത്. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും താഴെ പറയുന്നവയാണ്. 1. നമ്മുടെ സാഹചര്യങ്ങൾ മാറിയാലും ദൈവത്തിന്റെ വിശ്വസ്തത മാറില്ല. അവൻ നമ്മുടെ പരിധികൾ അറിയുന്നവനാണ്. 2. എനിക്ക് മാത്രമാണ് ഈ കഷ്ടപ്പാട് എന്ന് ചിന്തിക്കരുത്. എല്ലാവർക്കും പരീക്ഷകളുണ്ട്. 3. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം തരുന്ന രക്ഷാമാർഗങ്ങൾ, ഉദാഹരണത്തിന് പ്രാർത്ഥന, വചനം, പാപ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കൽ, ഇവ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കുക. ചുരുക്കത്തിൽ, പരീക്ഷകൾ വരുന്നത് നമ്മെ തകർക്കാനല്ല, നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാനാണ്. താങ്ങാൻ കഴിയാത്ത ഭാരം ദൈവം തരില്ല. വീഴാൻ പോകുമ്പോൾ അവിടുന്ന് താങ്ങും. വഴിമുട്ടുമ്പോൾ വഴി തുറന്നു തരും. എന്നീ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.